ഹലോ ഗൈസ്, മൈദപ്പൊടിയും മുട്ടയും കൊക്കോ പൗഡറും ഒന്നും യൂസ് ചെയ്യാണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മാർബിൾ കേക്ക് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് 1 കപ്പ് ഓട്സിൻ്റെ പൊടി വേണം. അതിനാവശ്യമായിട്ടുള്ള ഓട്സ് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ രൂപത്തിൽ ഇത് പൊടിച്ചെടുക്കണം കേട്ടോ. ഇത് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടർ ആട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു അരിപ്പ് വെച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച ഓട്സും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചതാട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരുപാട് തിക്കല്ല ഒരുപാട് ലൂസും അല്ല, അങ്ങനത്തെ ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു ബാറ്ററാക്കി മാറ്റിയെടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു അരിപ്പ് വെച്ചതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് റാഗിപ്പൊടിയാട്ടോ എടുത്തിരിക്കുന്നത്. റാഗിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. ഇവിടെ ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓട്സിൻ്റെ ബാറ്റർ പോലെ തന്നെ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. തിക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പാൽ യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് ഓട്സിൻ്റെ ബാറ്ററിന് ഒരു 2 കപ്പും ഇതിന് ഞാൻ ഒരു 1.25 കപ്പ് പാലാട്ടോ യൂസ് ചെയ്തത് റാഗിയുടെ ബാറ്ററിന്. അപ്പോൾ ആവശ്യത്തിന് പാൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ച് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്സിൻ്റെ ബാറ്ററിലേക്ക് ഞാൻ വാനില എസൻസ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് കട്ട് ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പും കൂടി പാൽ ഒഴിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് ഒഴിച്ച് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾക്ക് ഏത് ബേക്കിംഗ് ടിൻ എടുക്കാം. അതിൽ കുറച്ച് ബട്ടറും മൈദപ്പൊടിയൊക്കെ തൂക്കി ഞാൻ സെറ്റ് ചെയ്തതാട്ടോ. ഇനി നമുക്ക് ഓരോ തവിയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ ഞാൻ വൈറ്റാണ് ഒഴിക്കുന്നത്, അത് കഴിഞ്ഞ് ബ്രൗൺ, പിന്നെ വൈറ്റ്, പിന്നെ ബ്രൗൺ, അങ്ങനെ ഓരോരോ തവിയായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. ഈ ടിന്നിൻ്റെ 1/4 ഭാഗം വരെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാറ്റർ എനിക്ക് അത്രയും കൊണ്ട് ബാറ്റർ തീർന്നു കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക. അതിൽ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഒരുപാട് ഇട്ട് അങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്ക് കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് മിക്സ് ചെയ്തു. ഇത് മൊത്തത്തിൽ അങ്ങ് കലങ്ങിപ്പോയി. അതിനുശേഷം നമ്മുടെ വീട്ടിലെ നാച്ചുറൽ ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എനിക്ക് അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് എടുത്തു ഇത് മൊത്തത്തിൽ ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഓവനിലേക്ക് വെച്ചിട്ട് ഇത് അടച്ചു വെച്ച് അതിൻ്റെ എയർ പോവാതിരിക്കാൻ വേണ്ടി ടൈറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടി ഞാനിവിടെ കട്ടിയുള്ള ഒരു സാധനം പൊക്കത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ കേക്കിൻ്റെ അവസ്ഥ. നല്ല അടിപൊളിയായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ, ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ശരി, ടാറ്റ, താങ്ക് യു.